അപ്പോൾ ഗൈസ് നമ്മുടെ വിഷു സ്പെഷ്യൽ പൈനാപ്പിൾ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും തയ്യാറാക്കി നോക്കണം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു പൈനാപ്പിൾ പച്ചടിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. നമുക്ക് വിഷുവിനൊക്കെ സദ്യയ്ക്ക് ഒരുക്കാൻ പറ്റിയ ഒരു അടിപൊളി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയിട്ട് വരാം. ഇത് നമ്മുടെ വീട്ടിലെ പൈനാപ്പിൾ തന്നെയാണ് കേട്ടോ പറിച്ചെടുക്കുന്നത്. ഞാനിത് എൻ്റെ കുഞ്ഞു ഗാർഡനാണ് കേട്ടോ. ഗാർഡൻ്റെ സൈഡിലാണ് ഞാൻ പൈനാപ്പിൾ ഉണ്ടാക്കിയത്. ഇത് ഓവറായിട്ടൊന്നും ഇല്ല കേട്ടോ, കുറച്ച് മാത്രമേ ഉള്ളൂ. ഞങ്ങൾ കടയിൽ നിന്ന് ഇങ്ങനെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന തൈയില്ല, അത് കുഴിച്ചിട്ടിട്ടാണ് ഉണ്ടാക്കിയത്. പിന്നെ ആണെങ്കിൽ ഇതിന് കൂടുതൽ വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ വിഷുവിനെ കണി വയ്ക്കാൻ ഉണ്ടാവുമെന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ വിഷു കഴിഞ്ഞിട്ടാണ് കേട്ടോ ഒക്കെ പഴുക്കുക. ഏകദേശം ഇപ്പോൾ ഒരെണ്ണം മാത്രം പഴുത്തിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ പച്ചടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇത് നമ്മൾ മതിലിൻ്റെ സൈഡിലാണ് ഇതൊക്കെ ഉണ്ടാക്കിയത്. ഇതൊന്നും ആയിട്ടില്ല. അപ്പോൾ നമ്മൾ ആയത് ഇതാ ഒരെണ്ണം മാത്രമാണ് കേട്ടോ ആയത്. അതാണ് ഇപ്പോൾ പൊട്ടിച്ചെടുക്കുന്നത്. നല്ല സ്മെല്ലാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്നും കൂടെ പഴുക്കാണ്ട്. ഇത് ഞാൻ വൈകുന്നേരമാണ് പറിച്ചെടുക്കുന്നത്. അപ്പോൾ ഇനി അധികം വെച്ചാൽ ഇതെന്തായാലും എന്തെങ്കിലും കിളികളൊക്കെ കൊത്തും. അപ്പോൾ നമുക്കിത് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പിറ്റേ ദിവസമാണ് ഉണ്ടാക്കുന്നത്. മൊത്തത്തിൽ പഴുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ തണ്ടൊക്കെ ഒന്ന് ഒടിച്ച് മാറ്റാം. ഈ തണ്ട് നമുക്ക് വീണ്ടും കുഴിച്ചിടാം. ഇപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടാക്കിയ നാടൻ തന്നെ ആയതുകൊണ്ട് നല്ല സ്മെല്ലാണ്. ഇനി ഞാൻ പച്ചടി ഉണ്ടാക്കാൻ തുടങ്ങാൻ പോവാണ്. പകുതി മാത്രമാണ് പച്ചടിക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. ഇത് നല്ല പഴുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിതിൻ്റെ തോലൊക്കെ ചെത്തികളായിട്ട് അങ്ങനെ മൊത്തത്തിൽ തോലൊക്കെ ചെത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നട്ട് കട്ട് ചെയ്തിട്ട് ചെറിയ കുഞ്ഞ് പീസാക്കി മാറ്റാം. ഇത് നമ്മൾ സാധാരണ ചട്ടിയിലൊക്കെ വെക്കുകയാണെങ്കിൽ ഒരു 10 മിനിറ്റിൻ്റെ ഒക്കെ വേവ് ഉണ്ടാവുക. കുറച്ച് വേവ് അധികം ഉണ്ടാവും. പക്ഷെ കുക്കറിലിട്ടാൽ ഒരു 3-4 വീസിലാകുമ്പോഴത്തേക്കും ഒക്കെ സെറ്റാവേ. ഇതിൻ്റെ മേലത്തെ ഈ കട്ടിയുള്ള ഭാഗം ഞാൻ ഒഴിവാക്കാണ്. ചെറിയൊരു പീസ് കഴിച്ചു കിട്ടാം. നല്ല മധുരമാണ്. അപ്പോൾ പച്ചടിക്ക് വേണ്ടിയിട്ട് ഞാൻ ചെറുതാക്കിയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അങ്ങനെ നമ്മളിത് മൊത്തത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതൊരു ചട്ടിയിലേക്ക് മാറ്റാം. ഇനി ഞാനൊരു പച്ചമുളക് എടുത്തിട്ടുണ്ട്. അത് നമ്മളിതാ ചെറുതാക്കി കട്ട് ചെയ്തിടുന്നുണ്ട്. ഓക്കെ, ഇനി ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂണ് പഞ്ചസാരയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി മധുരം വേണ്ടാന്ന് തോന്നുന്നവർക്ക് അത് സ്കിപ്പ് ചെയ്യുക. 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. കുറച്ച് വെള്ളം മാത്രം ഒഴിക്കുക, കാരണം ഈ പൈനാപ്പിളിൽ വെള്ളം ഉണ്ടാവും. അപ്പോൾ ഇത് മുങ്ങാൻ രീതിയിലുള്ള വെള്ളം മാത്രമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത്. ഇനി ഗ്യാസ് കത്തിച്ചിട്ട് ഞാൻ ഗ്യാസിൽ വെച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത്. ഓക്കെ, ഇത് വേവുമ്പോഴത്തേക്ക് ഇനി നമ്മളൊരു അരപ്പ് തയ്യാറാക്കാൻ പോവാണ്. ഞാനിതാ ഒരു 3/4 മുറിയോളം തേങ്ങ എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് കുറച്ച് നല്ല ജീരകമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഒരു 1/2 സ്പൂൺ എടുക്കുന്നുണ്ട്. അതുപോലെ ചെറിയൊരു സ്പൂണിന് ഞാൻ കടുക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഒരു പഴുത്ത പച്ചമുളകാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് ഞാൻ മുളക് പൊടി യൂസ് ചെയ്യുന്നില്ല. ഒരു കറിവേപ്പിലിൻ്റെ ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറുതാണെങ്കിൽ 2 ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നാക്കി ഇതാ അടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഏകദേശം പൈനാപ്പിളൊക്കെ ഇതാ വെന്തിട്ടുണ്ട്. ഒരു 15 മിനിറ്റൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അത് വേവാൻ വേണ്ടിയിട്ട്. നമ്മൾ കുക്കറിലാണെങ്കിൽ ഇത് പെട്ടെന്ന് റെഡിയാവുക. ഇനി നമ്മൾ ഇതിലേക്ക് തേങ്ങ ഒഴിക്കാൻ പോവാണ്. ഇതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ടുണ്ട്. തേങ്ങ ഒക്കെ നന്നാക്കി വരച്ചിട്ട് കൊടുക്കുക.
ഓക്കെ, ഇത്രയും മതി. ഇനി നമ്മൾ വെള്ളമൊന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. ഇനി പൈനാപ്പിളും ഉടഞ്ഞിട്ടില്ലെങ്കിൽ സ്പൂൺ കൊണ്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് തിളപ്പിച്ചെടുക്കുക. പിന്നെ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. ഞാനെന്താ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഓക്കെ, വെട്ടി തിളച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇറക്കി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് തൈര് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഏകദേശം ഒരു കാക്കപ്പോളം തൈരുണ്ട് കേട്ടോ. നല്ല പുളിയുള്ള തൈരാണ്. ഇനി ഞാൻ ഇതിൻ്റെ മേലേക്ക് നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് മുന്തിരിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പം ചെറിയ മുന്തിരി അതിൻ്റെ മേലെ വെതറി കൊടുക്കുന്നുണ്ട്. ഇത് ചൂടോടെ ഇട്ട് കൊടുക്കരുത്, കാരണം മുന്തിരിൻ്റെ തോടൊക്കെ പെട്ടെന്ന് ഉടഞ്ഞു പോവുക. അപ്പോൾ ഇത് ചൂടാറിയതിന് ശേഷം മാത്രം മുന്തിരി ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇത്രയും മതിയേ. പച്ചടി വറവിട്ടിട്ടില്ലായിരുന്നു. പച്ചടി വറവിടാൻ വേണ്ടിയിട്ട് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചു. ഇതിലേക്ക് ഞാൻ 1.5 സ്പൂണ് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കാൽ സ്പൂണ് കടുകിട്ട് കൊടുക്കുക. ഒരു 2 വറ്റൽമുളക്, ഇത് പച്ചമുളക് ഉണക്കിയ വറ്റൽമുളകാണ്, അതാണ് ഇട്ട് കൊടുക്കുന്നത്. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. പച്ചടിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് നമ്മൾ നല്ല റെഡ് വറ്റൽമുളക് ഉണ്ടെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും കേട്ടോ അത് കാണാൻ. ഇപ്പോൾ കാണുന്ന പോലെ തന്നെ ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ കൂട്ടി കഴിഞ്ഞാൽ. അപ്പോൾ നമ്മളൊരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് സെർവ് ചെയ്യുന്നത്. ഒന്ന് തിക്നെസ് ആവുന്നുണ്ട്. അപ്പോൾ 5 മിനിറ്റൊക്കെ കഴിഞ്ഞു. നല്ല ചൂടാറിയിട്ടുണ്ട്. നമ്മൾ മുന്തിരി ഉടയാണ്ട് നല്ല സ്പൂണൊന്ന് ഇട്ടിട്ട് കോരി നോക്കി. സംഭവം സൂപ്പറാണ് കേട്ടോ. അപ്പോൾ ഇത് സദ്യേൻ്റെ കൂടെ കൂട്ടി കഴിക്കാണ്ടല്ലോ, അടിപൊളി ടേസ്റ്റാണ്. വിഷുവിന് എല്ലാവരും തയ്യാറാക്കി നോക്കണം. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടുള്ള ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കില്ല. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.